മാരൻ്റെ മനസ്സുള്ളിൽ മുഹബത്ത് പെരുത്ത് മാലിത സഭയ്ക്കകം വിശേഷങ്ങൾ കൊരുത്ത്. കുട്ടി ലാസ്റ്റ് വട്ടപ്പാട്ട് ലാസ്റ്റത്തെ പാട്ട് പാടുന്ന സമയത്ത് മെയിൻ സിംഗറിന്റെ മൈക്ക് ഓഫായിട്ടാണ് കണ്ട. അപ്പൊ ട്യൂഷൻ എക്സാം കിടക്കുന്നത്, അതുകൊണ്ട് അതിനൊന്നും പോവാതെയാണ് ഈ പ്രാക്ടീസ് മൊത്തം ചെയ്തത്. പ്രാക്ടീസ് എന്ന് പറഞ്ഞ് നമ്മളെ വട്ടപ്പാട്ട്. പിന്നെ നമ്മളെ മെയിൻ പാട്ടുകാരൻ ടോപ്പ് സിംഗർ ആണ് അർജുൻ. ഒടുവിടും തരുണമിലരുമ ഉശിരിടും ബഷീറായി സഫറായി സഫറിന്റെ സഹനത്തിൽ അത് സിദ്ധിക്കോൾ സ്വീലയായി ഇരുളിൽ പൊടുന്നതി ത്വഹ മുസമ്മിലോ അരുളിടും വജിനി അലർത്തിടൈ യാസീ ഇന്നല്ലാഹു മഹാനായി കേട്ടിടൈ പൊരുളായി മിസ്ഗായി ആരംഭത്വാഹനില പൂമധുവാസം ആരണ്യം ശീതളമായി തീർത്ഥവിലാസം നമസ്കാരം. ഇത് റവന്യൂ ജില്ലാ കലോത്സവം നടക്കുന്ന ആറ്റിങ്ങിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടെ പിന്നെ വട്ടപ്പാട്ട് മത്സരമായിരുന്നു രാവിലെ. ഞാൻ ഇന്നലെ ഒരു സംഭവം ചൂണ്ടിക്കാണിച്ച പോലെ ഈ കുട്ടികളൊക്കെ ഒരുപാട് ദിവസത്തെ പ്രാക്ടീസ്, കഷ്ടപ്പാട്, പഠിത്തോപേക്ഷയൊക്കെയാണ് അവർ പ്രാക്ടീസ് ചെയ്ത് വരുന്നത്. പക്ഷേ ചില ടെക്നിക്കൽ അല്ലെങ്കിൽ സംഘാടകരുടെ പിഴവ് മൂലം അവരുടെ കണ്ണീർ വീഴുന്ന കാഴ്ചയാണ് പലപ്പോഴും നമ്മൾ കാണാൻ സാധിക്കുക. ഇന്ന് അത്തരമൊരു സംഭവം ഉണ്ടായി. ചേട്ടാ എന്താണ് സംഭവിച്ചത്? സ്റ്റാർട്ടിങ് മൈക്ക്, അതായത് കുട്ടികൾ മെയിൻ പാട്ട് 2 മൈക്ക് ഉണ്ട്. അതായത് നിന്നുകൊണ്ട് പാടുന്നതും ഇരുന്നു കൊണ്ട് പാടുന്നതും. അതിൽ നിന്നുകൊണ്ട് പാടുന്ന മൈക്കിൽ ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നതും അവസാനം പോകുന്ന പാട്ട് പാടുന്നതും അതേ മൈക്കിൽ തന്നെയാണ്. അപ്പം സ്റ്റാർട്ടിങ് ടൈം മൈക്ക് ഓൺ ആയിരുന്നു. കുട്ടി ലാസ്റ്റ് വട്ടപ്പാട്ട് ലാസ്റ്റത്തെ പാട്ട് പാടുന്ന സമയത്ത് മെയിൻ സിംഗറിന്റെ മൈക്ക് ഓഫായിട്ടാണ് കണ്ട. അപ്പോൾ ആ പാട്ട് പുറത്തേക്ക് കേട്ടില്ല. ഇത് കൊച്ചു കുട്ടികൾക്ക് വൃത്തിയായിട്ട് കളിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം മക്കൾക്കുണ്ട്. കാരണം അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് അല്ല, അവർ വൃത്തിയായിട്ട് കളിച്ചു. പക്ഷേ മൈക്ക് ഓപ്പറേറ്റേഴ്സിൻ്റെ അനാസ്ഥയാണ് ഈ ഒരു സംഭവത്തിന് കാരണം. മെയിൻ സിംഗറാണ്, ടോപ്പ് സിംഗറാണ്. നല്ല വിഷമമുണ്ട്. ഇത്രയും നല്ലോണം പാടി വന്നിട്ട് അവസാനം പോകുമ്പോൾ അതിന്റെ വിഷമം കാണും. മൈക്ക് കട്ടായി. ജഡ്ജിമാരെ അറിഞ്ഞു എല്ലാവർക്കും വിഷമമായോ? നമ്മുടെ ഒരു ഹാർഡ് വർക്കിന് ഇത്രയും ഉണ്ടായ പിന്നെ അതായാലും ട്യൂഷൻ എക്സാം കിടക്കുന്നത്, അതുകൊണ്ട് അതിനൊന്നും പോവാതെയാണ് ഈ പ്രാക്ടീസ് മൊത്തം ചെയ്തത്. പ്രാക്ടീസ് എന്ന് പറഞ്ഞ് നമ്മളെ വട്ടപ്പാട്ട്. ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് കേൾക്കും, ഇടയ്ക്കിടയ്ക്ക് പോകും. മൈക്ക് ഓഫാക്കി ഓണാക്കി ചെയ്ത് കളിക്കുന്നത്. എൻ്റെ അടുത്ത് മൈക്ക് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച ശബ്ദം കുറയുന്നുണ്ടായിരുന്നു മൈക്കിന്. മനപ്പൂർവ്വമാണ് ചെയ്തതെന്നറിയാം. വേറെ ആരെ കളിയിൽ ഓഫ് ഓണും ചെയ്തില്ല, നമ്മളെ കളി മാത്രം ഓഫ് ഓണും ചെയ്തു. പാടാൻ പറ്റുമോ? മാരൻ്റെ മനസ്സുള്ളിൽ മുഹബത്ത് പെരുത്ത് മാലിത സഭയ്ക്കകം വിശേഷങ്ങൾ കൊരുത്ത് മാനിമ്പൈശൽ കോശിയശകിലായി വിരുത്തി മലർമുല്ല പരിമളം പന്തലകമിരുത്തി മാരൻ്റെ മനസ്സുള്ളിൽ മുഹബത്ത് പെരുത്ത് മാലിത സഭയ്ക്കകം വിശേഷങ്ങൾ കൊരുത്ത് മാനിമ്പൈശൽ കോശിയശകിലായി വിരുത്തി മലർമുല്ല പരിമളം പന്തലകമിരുത്തി വന്നില്ലേ ചന്ദ്രിക പോലെ തെളിന്തില്ലേ.
ഏതായാലും മക്കൾ ഇത്രയും മനോഹരമായിട്ട് പാടുന്നത് നമ്മൾ നേരിട്ട് കണ്ടു. ഇവർക്കാണ് ആ സ്റ്റേജിൽ ആ ടെക്നിക്കൽ ഇഷ്യൂ മൂലം ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. ഇവർ പാടുന്ന കാര്യം മൈക്കിലൂടെ പുറത്തു വന്നില്ല. പിന്നെ ജഡ്ജസ് എങ്ങനെയാണ് അത് മാർക്കിടുക എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും പരാതി കൊടുത്തിട്ടുണ്ടല്ലേ? സർ, DD കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. DD പരിഹരിക്കാം എന്ന് പറഞ്ഞ് വാക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊന്നും വേണ്ട, റിട്ടേൺ ലെറ്റർ തന്നാൽ, കാരണം അവരൊന്ന് എഴുതി തന്നാൽ മതി, അവരുടെ ഭാഗത്തുനിന്ന് പറ്റിയ വീഴ്ചയാണ് എന്നുള്ളൊരു കാര്യം ഒന്ന് എഴുതി തരണം എന്നുള്ളത് കൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും സംസ്ഥാന തലത്തിലേക്ക് മത്സരിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റണം. അത്രയും സ്കൂളാണ് ഇത് വർക്കല ലിറ്റിൽ ഫ്ലോർ. പിന്നെ നമ്മളെ മെയിൻ പാട്ടുകാരൻ ടോപ്പ് സിംഗറാണ് അർജുൻ. അർജുൻ ഇപ്പൊ ടോപ്പ് സിംഗറിലെ ഒരു മത്സരാർത്ഥി കൂടിയാണ് അർജുൻ. അർജുനാണ് ഞങ്ങൾക്ക് വേണ്ടി പാട്ടൊക്കെ പാടിത്തന്നത്. ഏതായാലും ഞാൻ പറയും പോലെ ഇത്രയും ഹാർഡ് വർക്കിംഗ് ഇപ്പോഴൊരു പഠിത്തമൊക്കെ ഉപേക്ഷിച്ചാണ് വരുന്നത്. ശ്രദ്ധ ചെലുത്തുക, അല്ലെങ്കിൽ വീണ്ടും അവസരം കൊടുക്കുക. ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.